Focus on career, not girls. Because GM is temporary, success is permanent. ഇതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മുടെ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ ട്രാൻസാക്ഷൻസ് ഇല്ലെങ്കിൽ ഈവൻസ് കറക്റ്റായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. ഈ മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസോ ഇല്ലെങ്കിൽ ഈവൻസോ കറക്റ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസിന് എടുക്കാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. ഇതിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു ലാർജ് കോൺട്രാക്റ്റും ഒരു സ്മോൾ ഓഫീസ് എക്സ്പെൻസസും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഏത് കാര്യം കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യണം? ലാർജ് കോൺട്രാക്റ്റില്ലേ, അതായത് ഒരു 1 കോടി രൂപയുടെ കോൺട്രാക്റ്റ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരിക. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യണം. അതേ സ്ഥാനത്ത് ഒരു 5000 രൂപയുടെ ഓഫീസ് എക്സ്പെൻസസ് വരിക, അതായത് റെൻറ്റ് പേ ചെയ്തതായിരിക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചായിരിക്കാം, ബുക്സ് മേടിച്ചായിരിക്കും, പെൻസ് മേടിച്ചായിരിക്കാം, എന്തുമാട്ടെ ആ സാധനം നമ്മൾ റെക്കോർഡ് ചെയ്തില്ലെങ്കിലും കറക്റ്റായിട്ട് നമ്മൾ ഈ 1000 കോടിയുടെ സാധനം റെക്കോർഡ് ചെയ്തിരിക്കണം. പിന്നെ നമ്മുടെ സ്മോൾ എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ്സ് ബുക്കിൽ വേണം അത് റെക്കോർഡ് ചെയ്യാനും ചെയ്യേണ്ടത്. ഇതൊക്കെ പറയുന്ന കോൺസെപ്റ്റാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്.